ഹലോ, ഇന്ന് നമുക്ക് മാങ്ങ ഞാൻ സീസണായിരുന്നപ്പോൾ കുറച്ച് മാങ്ങ മുളകും ഉപ്പും ഒക്കെ കൂടി മഞ്ഞളും കൂടി പുരട്ടി ഒരു ബോട്ടിലാക്കി വെച്ചിരുന്നു. അതും ഈന്തപ്പഴവും കൂടി ഒരു അച്ചാറാക്കാൻ. അതിന് വേണ്ടി നല്ലെണ്ണ ഒഴിക്കുകയാണ്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉലുവായും 1/2 ടീസ്പൂൺ കടുകും കൂടി ഇട്ട് നമുക്ക് പൊട്ടിക്കാം. തീ കൂട്ടി വെച്ചു. കുറച്ച് അച്ചാറേ ഉള്ളൂ ഉണ്ടാക്കുന്നുള്ളത്. നമുക്ക് ആവശ്യാനുസരണം. എനിക്ക് ഈ പഴുകുന്നത് ഇഷ്ടമില്ല, അതുകൊണ്ട് ഞാൻ കുറേശ്ശെ ഉണ്ടാക്കി എടുക്കും. കടുകെല്ലാം പൊട്ടി തുടങ്ങി. ഇനി അതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞിട്ട് കൂടെ കുറച്ച് കറിവേപ്പില. ഇതിലേക്ക് നമുക്ക് കുറച്ച് മുളക് പൊടി, സ്റ്റവ് കുറച്ച് വെച്ച് 2 സ്പൂൺ മുളക് പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും വെച്ച് കുറച്ച് ഉപ്പ്. മാങ്ങയ്ക്ക് ഉപ്പിട്ടിരിക്കുന്നതാണ്, ഇതിൽ കുറച്ച് ഉപ്പിട്ടാൽ മതിയേ. ചേരുന്നുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് ഗ്രെയിൻസ് ഈന്തപ്പഴം നേരത്തെ ഇട്ട് വെച്ചിരുന്ന മാങ്ങയാണ്. മാങ്ങ ഉണ്ടായിരുന്ന സീസണിൻ്റെ സമയത്ത് വെറുതെ ഉപ്പും മുളകും ഒക്കെ കൂടി അരിഞ്ഞ് ഒരു ബോട്ടിലാക്കി വെറുതെ വെച്ചിരുന്നു. കുറച്ച് കായപ്പൊടി, ഇട്ട് ഇങ്ങനെ കരിഞ്ഞ് വെക്കുകയാണെങ്കിൽ വേഗം നമുക്ക് വല്ല ഗസ്റ്റൊക്കെ വരുമ്പോൾ വേഗം ഒരു അച്ചാറുണ്ടാക്കി കൊടുക്കാം. അച്ചാറില്ലെങ്കിൽ തന്നെ ഈ സമയം ഉപ്പൊക്കെ ഉണ്ടോയെന്ന് നോക്കുക. ഉപ്പ് വേണമെങ്കിൽ ചേർക്കുക. അപ്പം അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഈന്തപ്പഴവും മാങ്ങയും കൂടിയുള്ള അച്ചാർ. ഇതാണുള്ളത്. കടുകും ഉലുവയും കൂടി ഞാൻ പൊടിച്ചു വെച്ചിട്ടുണ്ട്. അതും കൂടി ഇട്ട് നടത്തിയാൽ അച്ചാർ റെഡി. ഓക്കേ, താങ്ക് യു. സൂപ്പർ അച്ചാർ റെഡി. തണുത്തതിന് ശേഷം ഉണങ്ങിയ ബോട്ടിലാക്കി അടച്ചു.